ചെയ്യുന്നത് കൺവേർഷൻ ഒന്ന് ഡിഫൈൻ ചെയ്യണം. ഓരോരുത്തർക്കും ഓരോ കൺവേർഷൻ ആയിരിക്കും അല്ല. ചില ആളുകൾക്ക് ആപ്പ് പർച്ചേസിങ് ചെയ്യുന്നതായിരിക്കും, ചില ആളുകൾക്ക് ഫോം ഫില്ല് ചെയ്യുന്നതായിരിക്കും, ചില ആളുകൾക്ക് വേറെ വാട്സപ്പ് കൂടി എൻക്വയറി കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ കൂടിയാണ് നമ്മൾ ആഡ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കൺവേർഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഓക്കെ. പിന്നെ സ്ട്രക്ചറില് ക്യാമ്പയിൻ സെറ്റ് ചെയ്യുക. ഒരു ക്യാമ്പയിൻ ഉണ്ടെങ്കിൽ 2-3 ക്യാമ്പയിനുകൾ ഉണ്ടെങ്കിൽ ആ ക്യാമ്പയിനൊക്കെ പല പല രീതിയിലുള്ള സർവീസ് ആണെങ്കിൽ ഓരോ സർവീസും ക്യാമ്പയിനൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ അതേ ഓരോ സർവീസും പല തരത്തിലുള്ള കീവേഡ് ബേസിലേക്ക് ആളുകൾ സെർച്ച് ചെയ്ത്, അപ്പൊ ആ കീവേഡ് ബേസിൽ എന്തെങ്കിലും ആഡ് ഗ്രൂപ്പുകൾ സെറ്റ് ചെയ്യുക. ഓരോ കീവേഡ്സിനും ആഡ് ഗ്രൂപ്പിനനുസരിച്ചുള്ള ലാൻഡിംഗ് പേജുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആഡ് റൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഗൂഗിൾ ആഡ്സിൽ അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഈ റീമാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു ചെയ്ത വെബ്സൈറ്റിൽ കാര്യം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ എന്താവും, നിങ്ങൾക്ക് യൂട്യൂബിൽ പോയാലും പിന്നെ അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാലൊക്കെ അതിന്റെ ഡിസ്പ്ലേ ആയിട്ടോ വീഡിയോ ആഡ് ആയിട്ടൊക്കെ അങ്ങനെ ആഡുകൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. സ്പ്ലിറ്റ് ടെസ്റ്റ് ചെയ്യാം. എന്ത് ആഡ് ആണെങ്കിലും നമ്മൾ സ്പ്ലിറ്റ് ടെസ്റ്റ് ചെയ്യണം. മെറ്റ ആയിക്കോട്ടെ ഗൂഗിൾ ആഡ്സ് ആയിക്കോട്ടെ, സ്പ്ലിറ്റ് ടെസ്റ്റിന് നല്ല ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഓഡിയൻസ് സ്പ്ലിറ്റ് ടെസ്റ്റ് ചെയ്യുക, ആഡ്സ് സ്പ്ലിറ്റ് ടെസ്റ്റ് ചെയ്യാം. അതാണ് ആഡ് ഗ്രൂപ്പ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ആഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ ഒരു തരത്തിലുള്ള ഓഡിയൻസ് മാത്രം കൊടുത്താൽ മതി. ടോപ്പിക് ആണെങ്കിൽ ടോപ്പിക് മാത്രം, വേറെ ഒരു ആഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിന് പ്ലേസ്മെന്റ് മാത്രം കൊടുത്താൽ മതി. വേറെ ഒരു ആഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഓഡിയൻസ് കൊടുത്താൽ മതി. അപ്പൊ എല്ലാത്തിനും ഒന്ന് കൊടുക്കാതെ അത് സ്പ്ലിറ്റ് ടെസ്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ കൊച്ചിക്കും ആഡ് റൺ ചെയ്യുന്നുണ്ട്, കാലിക്കറ്റുക്കും ആഡ് റൺ ചെയ്യുന്നുണ്ട്, ഒരേ സെയിം ആഡ് ആണ്. അപ്പൊ കൊച്ചിയിൽ നല്ല കോമ്പറ്റീഷൻ ആയതുകൊണ്ട് അതിന്റെ ബിഡിങ് നല്ല എമൗണ്ട് ആവുന്നുണ്ട്. കാലിക്കറ്റിക്ക് എന്തില്ല വലിയ ബിഡിങ് വരില്ല. അപ്പൊ കൊച്ചിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ എമൗണ്ടിന്റെ ബിഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും. 10 രൂപ ആണ് കൊടുക്കണമെങ്കിൽ 50% ബിഡ് അഡ്ജസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബിഡിങ് എത്രയായി മാറും? 15 രൂപയായി മാറും. 10 രൂപയാണ് ബിഡിങ് ഉണ്ടെങ്കിൽ അതിന്റെ 50% എത്ര? 10 രൂപന്റെ 5. അപ്പൊ അത് 50% കൊടുക്കുകയാണെങ്കിൽ 15 രൂപയായിട്ട് മാറും എന്നുള്ളതാണ്. സെർച്ച് ടേം ഓഡിറ്റ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നിങ്ങള് സെർച്ച് ആഡ് ലൈവ് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, സെർച്ച് ടേം നിങ്ങൾ നോക്കാണ്. സെർച്ച് ടേം നോക്കി കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ക്ലിക്കുകൾ നമുക്ക് വന്നിക്കണോ വന്നിട്ടില്ല എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറെ നെഗറ്റീവ് കീവേഡ്സ് ഐഡിയാസ് കിട്ടുള്ളൂ. അത് ആഡ് റൺ ചെയ്യുക, സെർച്ച് ആഡ് റൺ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ അത്യാവശ്യം ക്ലിക്ക് കിട്ടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ സെർച്ച് ടൈം എപ്പോഴും ചെക്ക് ചെയ്യുക. സെർച്ച് ടൈം ചെക്ക് ചെയ്യാന്നുള്ള ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്കറിയില്ല ആവശ്യമില്ലാത്ത ക്ലിക്കുകൾ നമ്മൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. ആവശ്യമില്ലാത്ത ക്ലിക്കുകൾ കിട്ടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ക്യാഷ് പോകും. അപ്പൊ എപ്പോഴും നമ്മൾക്ക് ജെന്യൂൻ ക്ലിക്കുകളാണ് വരുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെർച്ച് ടൈമിൽ എപ്പോഴും ചെക്ക് ചെയ്യണം.